ഷാനവാസ് അനുമോളുടെ കാര്യം ശൈത്യയും ആദില നൂറയൊക്കെ ഇരിക്കുമ്പോൾ പറയുകയാണ്. കാരണം അവൾ ചതിച്ചതാണ് അനീഷേട്ടനെ. കാരണം അനീഷേട്ടനെ അവൾ ഓരോ ഇതും കാണിച്ച് സ്നേഹം അഭിനയിച്ച് അനീഷേട്ടൻ്റെ മനസ്സ് മാറ്റിയതാണ്. അല്ലാതെ പുള്ളി ഇങ്ങനെ മാറത്തില്ല. എനിക്ക് പുള്ളിയെ അറിയാവുന്നതല്ലേ. കാരണം പുള്ളി നല്ല ആലോചിക്കാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പം പുള്ളിക്ക് അനുമോൾ ഒരുപാട് സ്നേഹം അഭിനയിച്ച് സ്നേഹം കൊടുത്തപ്പോൾ പുള്ളി ഓർത്ത് അത് അനുമോൾക്ക് അനുമോൾ റിയലായിട്ട് ചെയ്യുവാണെന്ന് ഓർത്ത്, അഭിനയമാണെന്ന് അയാൾ അറിഞ്ഞില്ല. കാരണം അപ്പം ശൈത്യ പറഞ്ഞാൽ ഞാൻ കണ്ടെന്ന് ആ കാറിലിരുന്ന ടാസ്കിൽ അയാളുടെ തല മസാജ് ചെയ്യുന്നു, നര പൊട്ടിക്കുന്നു, തടകുന്നു. എന്നിട്ട് അനീഷേട്ടൻ ഇറങ്ങിയാൽ ഞാനും ഇറങ്ങാമെന്ന് പറയുന്നു. അങ്ങനെ അനീഷ് ഇറങ്ങിയ ഉടനെ അനുമോളും ഇറങ്ങുന്നു. പിന്നെ അപ്പം ഷാനവാസ് പിന്നെ ഒരു ദിവസം ഒരു ആദ്യ രാത്രി പോലെ ഇവൾ പാലൊക്കെ കൊണ്ടുവരുന്ന പോലെ മയങ്ങി വന്ന് എൻ്റെ ചേട്ടന് കൊടുക്കുകയെന്ന് പറഞ്ഞ്. പിന്നെ അതുമല്ല അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പയറിൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇവൾ കറി മാറ്റി വെച്ചത് അനീഷിന് വേണ്ടി. അനീഷാണ് രണ്ടാമത് ചോറിടുന്നത്. അപ്പം നൂറ് പറഞ്ഞു, അയ്യോ ശരിയാ, ഞങ്ങളത് ചിന്തിച്ചില്ല. അപ്പോൾ അതിനാണ് അവൾ അങ്ങനെ ചെയ്തത്. അപ്പം തെറ്റ് അനുമോളുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും അനീഷ് അനുമോൾക്ക് കൂട്ടുനിന്ന്. അതുപോലെ തന്നെ അനീഷ് എന്തെങ്കിലും തെറ്റ് ചെയ്താലും അനീഷിനൊപ്പമേ നിൽക്കത്തുള്ളൂ, പോയി സംസാരിക്കും. ഭയങ്കരമായിട്ടും ഇപ്പോൾ ഈയിടെയായിട്ട് അനുമോൾ കുറച്ച് ഓവറായിട്ട് പുള്ളിയോട് സ്നേഹം ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞതല്ല, പുള്ളി ഒരിക്കലും ലവ് അല്ല അവളോട് ചെന്ന് പറഞ്ഞത്. ഷാനവാസ് പറയാം, അവളെ കെട്ടിക്കോട്ടെ എന്നാണ് ചോദിച്ചത്. ജീവിത പങ്കാളിയാക്കാനാണ് അയാൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചത്. കാരണം 2 വർഷമായി ഡൈവേഴ്സ് ചെയ്ത്. അപ്പോൾ അയാൾക്ക് ജീവിതത്തിൻ്റെ അറിയാം ഒരാളെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന്. എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് അയാൾ അനുമോളോട് പറഞ്ഞത്. അല്ലാതെ അയാൾ ചെറിയ പയ്യനൊന്നുമല്ല ആലോചിക്കാതെ ചെയ്യാൻ. അയാൾക്ക് 40 വയസ്സുണ്ടല്ലോ. അപ്പം അവൾ ഉടനെ അത് എന്താണ് ചമ്മിപ്പോയെന്നും ആക്ഷൻ കാണിച്ച് അയാളെ നൈസായിട്ട് ഒഴിവാക്കി. അത്രയും ദിവസം കൂടെ നിന്ന് അയാൾക്ക് ആശ കൊടുത്ത്. അതുപോലെ മരത്തിൻ്റെ കാര്യം, ഞങ്ങൾ പൂമരത്തിൻ്റെ കീഴിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എന്ന് ഞാനും കൂടി ഇരുന്നപ്പോഴാണ് അനീഷ് ഇങ്ങനെ സങ്കല്പം പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞത് ഒരു പൂമരച്ചോട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയും. അതൊക്കെ അയാളുടെ മനസ്സിൽ ആ സ്നേഹം കൊടുക്കുമല്ലേ. അയാൾ തോന്നി ഇവക്കും ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത്. അല്ലാതെ ആ രീതിയിൽ അയാൾ സംസാരിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനുമോളെ കുറ്റം പറയും. അപ്പം ഷാനവാസർ എനിക്ക് അതുകൊണ്ട് ഇവളെ വെറുപ്പാണ്. അപ്പം നൂറയും പറയാണ് ഇവൾ വെറും ഡ്രാമയാണ് ആ പുള്ളിയോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നൂറയും പറയുന്നുണ്ട്. അങ്ങനെ ഇവളെക്കുറിച്ചുള്ള അനുമോളെക്കുറിച്ചുള്ള ഇപ്പം അനീഷിനോട് ചെയ്ത ഓരോ കാര്യങ്ങൾ ഷാനവാസ് ശൈത്യയോട് പറഞ്ഞു കൊടുക്കുവാണ്. എനിക്ക് അതുകൊണ്ട് ഷാനവാസ് പറയണ പുള്ളിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ് പുള്ളിയുടെ ആ ഒരു കാര്യത്തിൽ. എന്നിട്ട് പുള്ളി ഇവർക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടപ്പം ഒന്നും പറയാതെ പുള്ളി ആ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതാണ് പുള്ളിയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് ലൈവിൽ അതാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.